നമസ്കാരം. ചാമക്കുഴി കൂവാറ്റി ഗവൺമെന്റ് UP സ്കൂൾ പ്രതിവാര വാർത്താ പരിപാടി കൂവാറ്റി വോയിസിന്റെ 233 പതിപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ആഴ്ചയിലെ വിദ്യാലയ വാർത്തകൾ വായിക്കുന്നത് 6ാം തലത്തിലെ സഞ്ജയ് സജീഷ്. ഈ വർഷത്തെ സ്കൂൾ ലീഡർ തിരഞ്ഞെടുപ്പ് ജൂൺ 12 വെള്ളിയാഴ്ച നടന്നു. സ്കൂൾ ലീഡർ ആയി 7ാം തലത്തിലെ കശ്യപ് കൃഷ്ണ തിരഞ്ഞെടുക്കപ്പെട്ടു. 7ാം തലത്തിലെ തന്നെ അൾക്ക EV യാണ് 2ാം സ്ഥാനം നേടിയത്. സത്യവാചകം ചൊല്ലി കശ്യപ് സ്കൂൾ ലീഡറായി ചുമതല ഏറ്റെടുത്തു. വിദ്യാലയത്തിന്റെ സ്കൂൾ ലീഡറായി തിരഞ്ഞെടുക്കപ്പെട്ട കശ്യപ് കൃഷ്ണ എന്ന ഞാൻ ഈ സ്കൂളിന്റെ അച്ചടക്കം, പഠനം, പാഠ്യേതര പ്രവർത്തനങ്ങൾ എന്നിവയിൽ എന്റെ ഉത്തരവാദിത്തങ്ങൾ പൂർണ്ണ മനസ്സോടെ നിറവേറ്റുമെന്ന് ഇതിനാൽ പ്രതിജ്ഞ ചെയ്യുന്നു. ഈ ആഴ്ചത്തെ അസംബ്ലി നടത്തിയത് 6ാം തലത്തിലെ കുട്ടികളാണ്. ആരിഷ് S ആയിരുന്നു അസംബ്ലി നിയന്ത്രിച്ചത്. സഫ ഫാത്തിമ ഒരു ദിവസത്തെ ഡയറിയും, ദേവാഞ്ജന പത്രവാർത്തയും, ആശ്മിക TV ഇന്നത്തെ ചിന്തയും അവതരിപ്പിച്ചു. കാർത്തിക് ശങ്കർ കരടി വൈദ്യന്റെ അത്ഭുത മരുന്ന് എന്ന പുസ്തകം പരിചയപ്പെടുത്തി. അസംബ്ലിയിൽ അവധിക്കാലത്ത് ചെയ്ത പ്രവർത്തനങ്ങളെ ആസ്പദമാക്കി ക്ലാസ് തലത്തിൽ സമ്മാനങ്ങൾ നൽകി. ജൂൺ 9 മുതൽ 11 വരെ EK നായനാർ മെമ്മോറിയൽ ഗവൺമെന്റ് കോളേജ് എളേരിത്തട്ട് വെച്ച് നടത്തിയ സെൻസസ് പരിശീലന ക്ലാസ്സിൽ നമ്മുടെ വിദ്യാലയത്തിലെ ശാന്തിനി PN, ജിൻഷ KV, പ്രസീത P എന്നീ 3 അധ്യാപകർ പങ്കെടുത്തു. പടന്നക്കാട് SNTTIയിൽ നിന്നുള്ള അധ്യാപക വിദ്യാർത്ഥികളായ പ്രണവ്, അശ്വിൻ, വിസ്മയ എന്നിവർ 5 ദിവസത്തെ ട്രൈ ഔട്ട് ക്ലാസ്സിനായി നമ്മുടെ സ്കൂളിൽ എത്തി. ജൂൺ 10 മുതൽ 16 വരെയായിരുന്നു ക്ലാസുകൾ. ലോക ഭക്ഷ്യ സുരക്ഷാ ദിനത്തോടനുബന്ധിച്ച് UP തലത്തിലെ കുട്ടികൾക്ക് ക്വിസ്, പോസ്റ്റർ രചന, ഉപന്യാസ രചന എന്നീ മത്സരങ്ങൾ നടത്തി. ക്വിസ് മത്സരത്തിൽ 7ാം തലത്തിലെ അർച്ചിത S നായർ 1ാം സ്ഥാനവും ധ്രുപദ് കൃഷ്ണ 2ാം സ്ഥാനവും നേടി. ഉപന്യാസ രചനയിൽ 7ാം തലത്തിലെ അൾക്ക EV 1ാം സ്ഥാനവും 5ാം തലത്തിലെ ആനിയ ബിനോയ് 2ാം സ്ഥാനവും കരസ്ഥമാക്കി. പോസ്റ്റർ രചനയിൽ 7ാം തലത്തിലെ ആരാധ്യ ശ്രീധർ 1ാം സ്ഥാനവും അർഷിത് VV 2ാം സ്ഥാനവും നേടി. വിജയികൾക്ക് കൂവാറ്റി വോയിസിന്റെ അഭിനന്ദനങ്ങൾ. ഈ വർഷത്തെ ആദ്യത്തെ ക്ലാസ് PTA യോഗം ജൂൺ 19 വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 2:30 നടക്കും. കുട്ടികൾക്കായി ആരോഗ്യ ബോധവൽക്കരണ ക്ലാസും ഉണ്ടാകും. ഈ ആഴ്ച പിറന്നാൾ ആഘോഷിച്ച 4ാം തലത്തിലെ ആയുഷ് KVക്ക്
കുവാറ്റി വോയിസിന്റെ പിറന്നാൾ ആശംസകൾ. വാർത്തകൾ കഴിഞ്ഞു. നന്ദി, നമസ്കാരം.